കേരള യൂണിവേഴ്സിറ്റി 2026 പി.എഡ് അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെന്റ് കേരള യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. കേരള യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് പരിശോധിക്കാവുന്നതാണ്. നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡ് ഉപയോഗിച്ച് പരിശോധിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെന്റ് നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെന്റ് വന്നതിന് ശേഷം അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും യൂണിവേഴ്സിറ്റി ഫീസ് അടക്കുക. അതിൽ യൂണിവേഴ്സിറ്റി ഫീസ് അടക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അത് ഉപയോഗിച്ചുകൊണ്ട് യൂണിവേഴ്സിറ്റി ഫീസ് അടക്കുക. യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചു കഴിഞ്ഞാൽ കോളേജിൽ പോയിട്ട് ഈ വരുന്ന ജൂലൈ 3, 4 തീയതി നാളെയും മറ്റന്നാളോ കോളേജിൽ പോയിട്ട് പെർമനന്റ് ആയിട്ടോ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുക്കേണ്ടതാണ്. പെർമനന്റ് അഡ്മിഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ തൃപ്തികരമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെർമനന്റ് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. എന്നിട്ട് ആ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക, പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ഫസ്റ്റ് ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടിയതെങ്കിൽ നിർബന്ധമായിട്ടും പെർമനന്റ് അഡ്മിഷൻ എടുക്കണം. ഇനി നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ എടുക്കാം. ഈ വരുന്ന ജൂലൈ 3, 4 തീയതികളിലാണ് കോളേജിൽ പോയിട്ട് ടെമ്പററി ഓർ പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത്. നിങ്ങൾക്ക് ഈ അലോട്ട്മെന്റ് ലഭിച്ചതിന് ശേഷം നിങ്ങൾ യൂണിവേഴ്സിറ്റി ഫീസ് അടച്ചിട്ടില്ല, കോളേജിൽ പോയിട്ട് അഡ്മിഷനും എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഈ അലോട്ട്മെന്റ് ഇന്ന് പുറത്താവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും യൂണിവേഴ്സിറ്റി ഫീസ് അടക്കുക, കോളേജിൽ പോയിട്ട് ടെമ്പററിയോ ഓർ പെർമനന്റ് അഡ്മിഷൻ എടുക്കുക. ഇനി അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെന്റിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. ജൂലൈ 7 വരെ ഹയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ട്. ആ ഇടയ്ക്ക് നിങ്ങൾക്ക് ഹയർ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ആ അവസരം പരമാവധി ഉപയോഗിക്കുക എന്നുള്ളത് കൂടി അറിയിക്കുകയാണ്. ഓക്കെ, താങ്ക് യു.